സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷനിൽ ഇന്നലെ അതായത് 1 ഡിസംബർ 2025 ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇത് എങ്ങനെയാണ് നമ്മൾ അപ്കമിങ് പ്രൊഫഷണൽ എക്സാംസിന് ആപ്ലിക്കബിൾ ആവുക? ഫസ്റ്റ് ഓഫ് ഓൾ വി നോ ദറ്റ് സ്മോൾ കമ്പനിയുടെ ഡെഫിനിഷൻ സെക്ഷൻ 2 ക്ലോസ് 85 പറഞ്ഞത്. അവിടെ പറഞ്ഞിരുന്നത് ഷെയർ ക്യാപിറ്റൽ 50 lakh എക്സീഡ് ചെയ്യാത്ത, ഫസ്റ്റ് ഓഫ് ഓൾ അതർ ദാൻ പബ്ലിക് കമ്പനി ആവാൻ പാടില്ല, ഷെയർ ക്യാപിറ്റൽ 50 lakh എക്സീഡ് ചെയ്യാത്ത ആൻഡ് ടേൺ ഓവർ 2 crore എക്സീഡ് ചെയ്യാത്ത കമ്പനി. പ്ലസ് അവിടെ റൂൾസിൽ ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റിന്. 10 കോടി വരെ ഷെയർ ക്യാപിറ്റൽ ആൻഡ് 100 കോടി വരെ ടേൺ ഓവർ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നു. ഇവിടെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന ലിമിറ്റ് 4ഉം 40 ആയിരുന്നു. ഇന്നലെ അതായത് 1 ഡിസംബറിന് ഇത് അമെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 10ഉം 100ഉം ആക്കിയിട്ടുണ്ട്. വിച്ച് മീൻസ് ആക്റ്റിൽ ഗവൺമെൻറ്റിന് കൊടുത്തിരുന്ന മാക്സിമം പവർ ഇപ്പോൾ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നൗ വാട്ട് ഈസ് ദ പേർപ്പസ്? ഇത് മാക്സിമം കമ്പനീസിന് ഇതിന് ഈ ബെനിഫിറ്റ്സിന് എലിജിബിൾ ആക്കാൻ, സ്മോൾ കമ്പനിയുടെ ബെനിഫിറ്റ്സിന് എലിജിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഓവർ ദി പീരിയഡ്, അതായത് ഇങ്ങനെ കമ്പനി നമ്മൾ എക്കണോമിക് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്ന കമ്പനീസ് കുറഞ്ഞ് വരുമ്പോൾ ലൈക്ക് സ്റ്റാർട്ടിങ്ങിൽ 2ഉം 20 ആയിരുന്നു പറഞ്ഞിരുന്നത്. ഷെയർ ക്യാപിറ്റൽ 2 crore, ടേൺ ഓവർ 20 crore. പിന്നെ അത് 4ഉം 40 ആക്കി. കുറച്ച് കാലം 4ഉം 40 എന്ന് കളിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ 10ഉം 100ഉം ആക്കിയിട്ടുണ്ട്. 10ഉം 100നേക്കാളും കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം ആക്റ്റിൽ ഗവൺമെൻറ്റിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയ മാക്സിമം പവർ കൊടുത്തത് 10ഉം 100ആണ്. അതിനേക്കാൾ ഇനി കൂട്ടണമെങ്കിൽ ആക്റ്റിലെ അമെൻമെൻറ്റ് വരണം. സോ ദിസ് വാസ് റിഗാർഡിംഗ് ദി അമെൻമെൻറ്റ്. സെക്കൻഡ് തിങ്, ഇതെങ്ങനെയാണ് നമ്മൾ എക്സാമിന് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ഡിസംബറിൽ CMA എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആൻഡ് ജാനുവരിയിൽ CA എക്സാംസ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് അത് ആപ്ലിക്കബിൾ ആവില്ല. ആൻഡ് വാട്ട് അബൌട്ട് ദി നെക്സ്റ്റ് എക്സാം? ഫോർ എക്സാമ്പിൾ മെയ് എക്സാംസ് CAയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പൊതുവേ ഉണ്ടാവാറുള്ള സ്റ്റാൻഡ്, നിങ്ങളെ എക്സാമിൻ്റെ 6 മാസത്തിനേക്കാൾ മുന്നേ ഉള്ള അമെൻമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് എക്സാമിൽ ആപ്ലിക്കബിൾ ആകും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെയിൽ എക്സാം എഴുതാൻ പോകുന്ന സ്റ്റുഡൻസിന് 31 ഒക്ടോബറാണ് കട്ട് ഓഫ് ഡേറ്റ് വരെ. 31 ഒക്ടോബർ വരെ വന്ന അമെൻമെൻറ്റ്സ്. അപ്പോൾ മാത്രമേ നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 months ഉള്ള ഗ്യാപ്പ് വരാറുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് റിഗാർഡിംഗ് ദി അപ്ഡേറ്റ്. ഇത് ഐ ഡോണ്ട് തിങ്ക് ഇപ്പോഴും MCAൻ്റെ സൈറ്റിൽ ഇത് റിഫ്ലക്റ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളത്. നമ്മൾ e-gazette.gov.in ഗവൺമെൻറ് ഒഫീഷ്യൽ മീഡിയ ഗസറ്റിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാൻ പറ്റും.